ഓർമ്മകളുടെ വലിയൊരു ശവപ്പറമ്പ്. അവിടെ മറവിയെ അടക്കം ചെയ്യാനുള്ള കല്ലറകളില്ല. അതായിരിക്കാം ഇപ്പോഴും ഓർമ്മകൾ വേട്ടയാടുന്നത്. മറഞ്ഞുപോയ ഓർമ്മകൾ ഒരിക്കലും ഓർക്കരുതെന്ന് കരുതിയ ഓർമ്മകളെ ഹൃദയവേദനയോടെ ഓർത്തെടുത്തു. അവയെ വെള്ളക്കടലാസിൽ എഴുതപ്പെട്ടപ്പോൾ കുരിശിൽ തറക്കപ്പെട്ട അനുഭവം. സംസാരിക്കണമെന്നുണ്ട്, നാവുകൾ വഴങ്ങുന്നില്ല. കൈകളും കാലുകളും ചലിപ്പിക്കണമെന്നുണ്ട്, കഴിയുന്നില്ല. കണ്ണുകൾ കാണുന്നു, ചിന്തകൾ കൊടുങ്കാറ്റുകളാവുന്നു. ഇതൊരിക്കലും കെട്ടിച്ചമയ്ക്കപ്പെട്ടവയല്ല, പച്ചയായ അനുഭവക്കുറിപ്പുകളാണ്. ലോകത്തിൽ ആർക്കെങ്കിലും ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരിച്ചറിവിൻ്റെ കാലഘട്ടത്തിൽ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോയെങ്കിൽ കഥാകാരൻ്റെ ശ്രമം ഫലപ്രാപ്തിയിലെത്തിയെന്ന് കരുതാം. ജനിപ്പിച്ചവർ പറഞ്ഞു തന്നതും കാട്ടിത്തന്നതുമായ വഴിയിലൂടെ നടന്നാലും ജീവിതമെന്ന വലിയ ക്യാൻവാസിൽ മറ്റുള്ളവരുടെയും ചിത്രങ്ങൾ അറിയാതെ കോറിയിടേണ്ടി വന്നേക്കാം. ഇതു ജീവിതമാണ്. മനോഹരമായി ലോകത്ത് ജീവിക്കാൻ സാധിച്ചത് തന്നെ ഭാഗ്യമാണ്. കെട്ടകാലത്തിൻ്റെ ഓർമ്മകളിൽ തളച്ചിടാതെ ബാക്കി വന്ന ഓരോ നിമിഷവും ആസ്വദിക്കുക. ജീവസുറ്റ ഭാഷയിൽ സാധാരണക്കാരൻ്റെ ജീവിതം വരച്ചിട്ടിരിക്കുന്നു. കനം കൂടിയ പുസ്തകമാണെങ്കിലും ഒറ്റ ഇരുപ്പിൽ വായിച്ചു തീർക്കാമെന്ന് തോന്നും. അത്ര മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഇത് വെറുമൊരു പൈങ്കിളി സാഹിത്യമല്ല, പുളകം കൊള്ളിക്കുന്ന കഥകളുമല്ല. യാഥാർത്ഥ്യം അനുഭവത്തിലൂടെ മാത്രം കോറിയിട്ടവ. അതാണ് നിഴൽ വീണ വഴികളെന്ന ഷംസുദ്ദീൻ തോപ്പിലിൻ്റെ നോവൽ.